എല്ലാവർക്കും സയൻസ് എഡിലേക്ക് സ്വാഗതം. ഡോക്ടർ ടി വി വിനീഷ് എന്ന വ്യക്തി ഞാൻ മുമ്പ് ചെയ്ത ഫുൾ എ പ്ലസ് എന്ന ഒരു പ്രഭാഷണത്തിന് ഉദ്ധരിച്ച് കൊണ്ട് ഒരു പ്രതിപ്രഭാഷണം നടത്തിയത് കാണാനിടയായി. അദ്ദേഹത്തിൻ്റെ പ്രശ്നം ഞാനതൊരു വലിയ സദസ്സിൽ അവതരിപ്പിച്ചു. പിന്നെ ഏകദേശം 25,000-ഓളം ആൾക്കാർ ആ വീഡിയോ കണ്ടിരിക്കുന്നു. കൂടാതെ അധ്യാപകന്മാർ ഇത് വാട്സപ്പിലും മറ്റ് വഴികളിലൊക്കെ ആയി ഷെയർ ചെയ്യുന്നു. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു മെയിൻ പ്രശ്നമായിട്ട് അദ്ദേഹം കാണുന്നത്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ എൻ്റെ പ്രഭാഷണം സമത്വത്തിനും തുല്യതയ്ക്കൊക്കെ എതിരാണ് എന്നുള്ളതാണ്. അദ്ദേഹം അത് എക്സ്ട്രാപ്പുലേറ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട്. അതിൽ ഇങ്ങനെ കഥകഥയായിട്ട് പോയി അവസാനം അതൊരു വർഗ വിവേചനവുമായി കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് ഡോക്ടർ ടി വി വിനീഷ് സമത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മളൊരു സ്കൂളിൽ ഒരേ വിദ്യാഭ്യാസം കൊടുക്കുന്നു, ഒരേ പരീക്ഷ കൊടുക്കുന്നു. അതിൽ വീക്കായ കുട്ടികൾക്ക് അല്ലെങ്കിൽ അത്രയും പഠിക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് പ്രത്യേകിച്ച് നമ്മൾ പ്രത്യേക അറ്റൻഷൻ കൊടുക്കുന്നു. അതായത് പ്രത്യേക ഹെൽപ്പ് അല്ലെങ്കിൽ സ്പെഷ്യൽ ക്ലാസ്സസ് അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒരേ പരീക്ഷ കൊടുക്കുന്നു. അതിലെവിടെയാണ് തുല്യതയ്ക്ക് പ്രശ്നം? ഡോക്ടർ വിനീഷിൻ്റെ അഭിപ്രായത്തിൽ ഈ മൂല്യനിർണ്ണയത്തിലും സമത്വം കാണിക്കണമെന്നാണോ ഉദ്ദേശിക്കുന്നത്? എല്ലാവർക്കും A+ കൊടുക്കലാണോ സമത്വം? അതുമാത്രം മതിയോ? അവിടെ നിർത്താൻ പറ്റുമോ നമുക്ക്? അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും തുല്യ വേതനമുള്ള അല്ലെങ്കിൽ തുല്യ ലെവലുള്ള സമാനമായ ജോലിയും കൊടുക്കണ്ടേ? ഡോക്ടർ വിനീഷിൻ്റെ സഹപാഠികളിൽ എത്ര പേർ ഡോക്ടർ വിനീഷിനെ പോലെയുള്ള വേതനവും ജോലിയൊക്കെ ഉള്ളവരുണ്ട്? അങ്ങനെ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ധാരണ. എല്ലാവരും ഒരേപോലെ ആയിരിക്കില്ല. അതൊരു അസമത്വമല്ലേ ഇപ്പോഴും ഇരിക്കുന്നത്? ഞാൻ കുറേ ഡാറ്റ ഒക്കെ ചെറിയിപ്പിക്കാണെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിലയിരുത്തൽ. പിന്നെ കൂടാതെ ഞാൻ പൊതുവിദ്യാഭ്യാസം മോശമാണ് എന്ന രീതിയിലും അതുപോലെ CBSE നല്ലതാണെന്ന രീതിയിലും ഒക്കെയുള്ള എൻ്റെ ഒരു നിരീക്ഷണം ഇരട്ടത്തപ്പാണെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിലയിരുത്തൽ. എന്താണ് പൊതുവിദ്യാഭ്യാസം എന്ന് നിങ്ങളോട് ഉദ്ദേശിക്കുന്നത്? ഇത് പലരും ഇങ്ങനെ പറയാറുണ്ട്. 12,644 സ്കൂളുകളാണ് കേരളത്തിലുള്ളത്. അതായത് കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാം എഴുതുന്ന സ്കൂളുകൾ. അതിൽ 4,504 മാത്രമാണ് ഗവൺമെൻറ് സ്കൂളുകൾ. ബാക്കി എയ്ഡഡും അൺഎയ്ഡഡും സ്കൂളുകളാണ്. ഇവരൊക്കെ പഠിപ്പിക്കുന്നത് കേരള സിലബസാണ്. അപ്പോൾ ഈ കേരള ബോർഡ് പൊതു വിദ്യാഭ്യാസം ആണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇനി CBSE ഏതോ കുത്തക മുതലാളിയുടെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ കമ്പനിയിൽ നിന്ന് പഠിച്ചു വിട്ട ഒരു സാധനമാണെന്നാണ് ഇദ്ദേഹം ഡോക്ടർ വിനീഷിൻ്റെ ധാരണ. CBSE എന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു സിസ്റ്റമാണ്. നാഷണൽ ലെവൽ ബോർഡാണ്. അത് പബ്ലിക്കിനും പ്രൈവറ്റ് ഏജൻസിക്കും യൂസ് ചെയ്യാം. അതുപോലെ തന്നെയല്ലേ കേരളത്തിൽ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ 4,504 മാത്രമേ ഗവൺമെൻറ് സ്കൂളുള്ളൂ. ബാക്കി പ്രൈവറ്റും എയ്ഡഡ് സ്കൂളുകളുമാണ്. അതുപോലെ തന്നെയാണ് CBSE വേണമെങ്കിൽ ഗവൺമെൻറ് സിസ്റ്റത്തിൽ അഡോപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ പ്രൈവറ്റ് വർക്കും അഡോപ്റ്റ് ചെയ്യാം. അപ്പം അതും CBSEയും ഒരു പൊതുവിദ്യാഭ്യാസ പരിപാടിയാണെന്ന് മാഷ് ആദ്യം മനസ്സിലാക്കണം. അല്ലാതെ CBSE പഠിപ്പിക്കുന്നവരൊക്കെ വലിയ പൈസക്കാരൻ്റെ മകനാണ് അല്ലെങ്കിൽ മകളാണ് എന്ന ഒരു തെറ്റിദ്ധാരണ മാഷ് മാറ്റണം. അതുപോലെ ഏത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് വേണമെങ്കിലും CBSE അഡോപ്റ്റ് ചെയ്യാം. അങ്ങനെ ചെയ്ത കുറേ സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട്. ഉദാഹരണത്തിന് മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, ഡൽഹി ഇവരൊക്കെ CBSE ആണ് അവരുടെ ഗവൺമെൻറ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത്. ഇതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഒരുപാട് ലോജിക്കൽ ഫാലസികളുണ്ട്. അതൊന്നും ഞാൻ എടുത്തു പറഞ്ഞ് അദ്ദേഹത്തിനെ ലഘൂകരിക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് പറയാനുള്ളത് കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞതിൽ തെറ്റ് ഡയറക്റ്റ് ആയി കാണിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒന്നാമത് അദ്ദേഹത്തിൻ്റെ പ്രശ്നം ബെൽ കർവിലാണ്. ആ ബെൽ കർവിനെ കുറിച്ച് ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ അതിൽ എൻ്റെ ക്ലാസ്സിൽ ബെൽ കർവ് കിട്ടി, അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു എന്നൊക്കെ പറഞ്ഞു. ഞാൻ അഭിമാനം കൊള്ളുന്നു. ബെൽ കർവ് അതുണ്ടാക്കാൻ കുറച്ച് പേരെ തോൽപ്പിക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു കണ്ടൻഷൻ. അതെവിടെയാണ് മാഷ് പറഞ്ഞിരിക്കുന്നത്? ഒരു ബെൽ കർവ് കിട്ടാൻ ആരെയെങ്കിലും തോൽപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ബെൽ കർവ് എന്തിനാ? നാച്ചുറൽ കർവാണത്.
അതിന് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പറയണം അത് ഉണ്ടാക്കണ്ടേ, ഒരാളെ തോപ്പിച്ചിട്ട് ഉണ്ടാക്കണ്ടേ, അതിൻ്റെ ഒരു ആവശ്യമില്ല. നിങ്ങൾ നാച്ചുറലായിട്ട് ഫോളോ ചെയ്താൽ ബെൽക്കർവ് മാത്രമേ കിട്ടുള്ളൂ. അതാണ് വസ്തുത. അല്ലാതെ പരീക്ഷ മൂല്യനിർണ്ണയത്തിൽ വെള്ളം ചേർത്താൽ നമുക്ക് ബെൽക്കർവ് കിട്ടില്ല. അത് മാത്രമാണ് ഞാൻ അവിടെ കാണിച്ചിരിക്കുന്നത്. അല്ലാതെ ഒരാളെ തോൽപ്പിക്കണമെന്നോ ഒരു കാര്യം അതിൽ പറയുന്നില്ല. ഞാൻ ഇപ്പം 100% ആൾക്കാരെ വിജയിപ്പിച്ചാലും ഒരു പ്രശ്നമില്ല. പക്ഷേ ആ ഗ്രേഡിങ് പ്രോപ്പർ ആയിരിക്കണം എന്ന് മാത്രമുള്ളതാണ്. അപ്പോൾ ഓരോ ABCDE ഗ്രേഡ്, അങ്ങനെ ഡിഫറെൻറ്റ് ഗ്രേഡ്, ഈവൺ ഈ ഗ്രേഡുള്ള ഒരു കുട്ടിയെ പോലും നമ്മൾക്ക് ജയിച്ചു എന്ന് പ്രഖ്യാപിക്കാം. അല്ലെങ്കിൽ ഒരു SSLC കംപ്ലീറ്റഡ് എന്നൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കാം. ജയം എന്നുള്ളതൊക്കെ ഒരു റിലേറ്റീവ് ടേം അല്ലേ, അത് നമ്മൾക്ക് ജയിപ്പിക്കാം. അതല്ല അവിടെ പ്രശ്നം. ആ വർഗീകരണം തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. എന്തായാലും ഞാൻ അതിലേക്ക് കടക്കാം, എന്തൊക്കെയാണ് പ്രശ്നം എന്നുള്ളത്. പിന്നെ സാറിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എൻട്രൻസ് പരീക്ഷ ഞാൻ പറഞ്ഞിരുന്നു. ഇനി എൻട്രൻസ് മാത്രമായിരിക്കണം ഇനിയുള്ള ഡിഗ്രി കോളേജുകളിലേക്കുള്ള അഡ്മിഷൻ്റെ ഒരു വഴി എന്നുള്ളത്. അത് സാറിന് തോന്നിയത് ഒരു ഓർമ്മ പരിശോധന പരീക്ഷ മാത്രമാണെന്നാണ്. ഇവിടെ നടക്കുന്ന പല എൻട്രൻസ് പരീക്ഷകളും ഓർമ്മ പരീക്ഷയെ അതപ്പതിച്ചിട്ടുണ്ട് എന്നുള്ളത് മാഷ് പറഞ്ഞത് സത്യമാണ്. പക്ഷേ അതെന്തുകൊണ്ടാണ്? അനലിറ്റിക്കൽ എബിലിറ്റി, ക്രിട്ടിക്കൽ തിങ്കിങ് എന്നൊക്കെ വേണ്ടുന്ന ചോദ്യങ്ങൾ ഇട്ടാൽ ഈ പ്രശ്നം തീരില്ല മാഷ്. അങ്ങനെയുള്ള പല എൻട്രൻസ് രാജ്യത്ത് നടക്കുന്നുണ്ട്. അനലിറ്റിക്കൽ എബിലിറ്റിയും ക്രിട്ടിക്കൽ തിങ്കിങ്ങും ഒക്കെ ഉപയോഗിച്ച് സോൾവ് ചെയ്യേണ്ട പ്രോബ്ലം ഉള്ള ക്വസ്റ്റ്യൻസ് ഉള്ള എക്സാമുകൾ, എൻട്രൻസ് എക്സാമുകൾ ഈ രാജ്യത്ത് നടക്കുന്നുണ്ട്. അതിൻ്റെ ഉദാഹരണമായി ഡൽഹി എൻട്രൻസ് പറഞ്ഞിരുന്നു ഞാൻ എൻ്റെ ടോക്കിൽ. അത് മാഷ് എടുത്തിട്ടില്ല. മാഷക്ക് എടുക്കാൻ പറ്റൂല, മാഷ് എടുക്കൂല്ല. അപ്പം ആരാണ് ചെറിയ പിക്കിങ് ചെയ്യുന്നത് ജനങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്തായാലും ഞാൻ നമ്മുടെ ടോക്കിൽ ഞാൻ എന്താണ് സംസാരിക്കുന്നത് ഒന്നുകൂടി ചെറിയ രീതിയിൽ സംസാരിക്കാനാണ് പോകുന്നത്. അപ്പോൾ തുടങ്ങാം. ഫുൾ A+ എന്താണെന്ന് നമുക്ക് നോക്കാം. ഞാനിത് നേരത്തെ പറഞ്ഞതാണ്, മുന്നത്തെ പ്രസൻറ്റേഷനിൽ പറഞ്ഞതാണ്. ഇത് ഒരു ഗവൺമെൻറ്റിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നതല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയെയും ക്രിട്ടിസൈസ് ചെയ്യുന്നതല്ല. ഇത് നമ്മുടെ സിസ്റ്റത്തിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നതാണ്. നമ്മുടെ സിസ്റ്റത്തിലുള്ളൊരു പ്രശ്നത്തിനെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇത് നമ്മൾ കുറേ നാളുകളായിട്ട്, കുറേ വർഷങ്ങളായി ഇവിടെ എത്തിച്ച ഒരു സംഗതിയാണ്. ഇതിന് എല്ലാവരും ഭാഗവാക്കാണ്. ഇതൊരു പ്രത്യേക ഗവൺമെൻറ്റോ ഒരു രാഷ്ട്രീയ പാർട്ടിയോ മാത്രം അല്ല ഇതിൻ്റെ കാരണക്കാരൻ. ഇത് നമ്മളൊക്കെ പണ്ടൊക്കെ കാണുന്ന SSLC റിസൾട്ടിൻ്റെ ന്യൂസ് പേപ്പർ കട്ടിങ്ങാണ്. 28.5%. ഇതെനിക്കൊന്ന് സപ്ലിമെൻ്ററി ആണോ, 1986 റിസൾട്ടാണിത്. ശരിക്ക് മെയിൻ എക്സാമിൻ്റെ ഏകദേശം 50%, 60%-ത്തിനൊക്കെ ഇടയിലായിരിക്കും ഉണ്ടാവുന്നത്. ഏകദേശം 5 ലക്ഷം ആൾക്കാർ പരീക്ഷ എഴുതുന്ന ഒരു എക്സാമിൽ ഒരാൾക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടുക എന്നത്, ആ ഒരാളെ കണ്ടുപിടിക്കുക ആസ് എ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ എന്നുള്ളത് ഒരു പോസിബിളായ കാര്യമല്ല. സാധാരണ എങ്ങനെയാണ് അന്നൊക്കെ സംഭവിച്ചിരുന്നത്? ഒരാൾക്ക് ഫസ്റ്റ് റാങ്ക്, അല്ലെങ്കിൽ 1-2 പേർക്ക് ഫസ്റ്റ് റാങ്ക്, പിന്നെ 1 മുതൽ 10 വരെ ഫസ്റ്റ് റാങ്ക്, 2ാം റാങ്ക്, 3ാം റാങ്ക്, 10ാം റാങ്ക് വരെ നമ്മൾ പത്രത്തിലൊക്കെ അവരുടെ ഫോട്ടോ അതൊക്കെ കാണും. അപ്പോൾ അതിലൊരുപാട് പ്രശ്നങ്ങളുണ്ട് ആ ഒരു സിസ്റ്റത്തിൽ. ഒന്നാമത് ഇതൊരു അൺഹെൽത്തി കോമ്പറ്റീഷൻ ഉണ്ടാവും. പിന്നെ സ്റ്റുഡൻസിന് വല്ലാതെ പ്രശ്നം ഉണ്ടാവും. പിന്നെ ഒരുപാട് ഹ്യൂമൻ എറർ ഉണ്ടാവും. ഈ ഒരാൾ കണ്ടുപിടിക്കുക എന്നുള്ളത്, മാർക്ക് ഒരു ഈ എവാലുവേഷൻ ചെയ്യുന്ന ടീച്ചർക്ക് ഒരു മാർക്കിൻ്റെ വ്യത്യാസം, മിസ്റ്റേക്ക് വന്നാൽ അത് റാങ്ക് മാറാം. അങ്ങനെയൊക്കെ ഇഷ്യൂസ് ഉണ്ട്. പിന്നെ SSLC ഒരു വലിയൊരു കാര്യമാണെന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു അതൊക്കെ. SSLCയിൽ ഫസ്റ്റ് റാങ്ക് അല്ലെങ്കിൽ ഡിസ്റ്റിങ്ഷൻ, ഫസ്റ്റ് ക്ലാസ് ഒക്കെ കിട്ടിയ വലിയ കാര്യമാണ്. ആ ഒരു സിറ്റുവേഷനൊക്കെ മാറി. ഇപ്പോൾ SSLC ഒരു ഡിസിസീവ് ഫാക്ടറേ അല്ല എന്നുള്ളതാണ് വസ്തുത. അപ്പം നമ്മുടെ 12ാം ക്ലാസ് വരെ സ്കൂൾ എഡ്യൂക്കേഷൻ 12ാം ക്ലാസ് വരെ ആയതുകൊണ്ട് SSLC ഒരു വലിയ ഡിസിസീവ് സ്റ്റേജ് അല്ല എന്ന് തന്നെ പറയാം. പക്ഷേ ഈ ഒരു സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ് ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. പണ്ടത്തെ അബ്സല്യൂട്ട് മാർക്ക് വെച്ചിട്ടുള്ള ഈ ഒരു ഗ്രേഡിങ് ശരിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി 2005 നമ്മൾ ഈ ഗ്രേഡിംഗ് സിസ്റ്റം തുടങ്ങി. അതിൽ നമ്മൾ ലെറ്റർ ഗ്രേഡാണ് കൊടുക്കുന്നത്. അതായത് A+ ഗ്രേഡ് എന്ന് പറഞ്ഞാൽ 9 പോയിൻ്റ്,
എ ഗ്രേഡ് എന്ന് പറഞ്ഞാൽ 8 പോയിന്റ്, അങ്ങനെ B+7, B6 അങ്ങനെയാണ് പോകുന്നത്. അത് A+ എന്ന് പറഞ്ഞാൽ 90 മുതൽ 100 വരെ മാർക്ക് ഉള്ള ഒരു കുട്ടിക്കാണ് A+ ആണ് കൊടുക്കുന്നത്. അതാണ് ഗ്രേഡിംഗ് സിസ്റ്റം, കേരള ഗ്രേഡിംഗ് സിസ്റ്റം. അപ്പോൾ ഇത് 2005 തുടങ്ങിയപ്പോൾ ഏകദേശം 4.72 ലക്ഷം ആൾക്കാർ പരീക്ഷ എഴുതിയായിരുന്നു, കുട്ടികൾ പരീക്ഷ എഴുതിയായിരുന്നു. അതിൽ 469 പേർക്ക് എല്ലാ വിഷയത്തിലും A+ ആയിരുന്നു. അതായത് 0.1% ഓഫ് ടോട്ടൽ സ്റ്റുഡൻസിനാണ് ഫുൾ A+ കിട്ടിയിരുന്നത്. അത് പിന്നെ അടുത്ത വർഷം ആകുമ്പോഴേക്ക് 0.38%, 1799 വരെ. അതിങ്ങനെ കൂടി വന്ന് ഇപ്പോഴും 16.82%. കഴിഞ്ഞ വർഷം 71,831 പേർക്കാണ് എല്ലാ വിഷയത്തിലും ഫുൾ A+ കിട്ടിയത്, എല്ലാ വിഷയത്തിലും A+ കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം കഴിഞ്ഞ 2 വർഷമായിട്ട് 6-ൽ ഒരാൾക്ക് ഫുൾ A+ ആണ്. അതായത് ഒരു ബെഞ്ചിലൊക്കെ 6 സ്റ്റുഡൻസാണ് സാധാരണ ഉണ്ടാവും, അതിൽ ഒരു ബെഞ്ചിൽ ഒരാൾക്ക് ഫുൾ A+ എന്ന രീതിയിലാണ് നമ്മുടെ കണക്ക് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എക്സ്പോണൻഷ്യലായിട്ടാണ് ഈ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന ഗ്രാഫാണ് അതിൻ്റെ ഒരു എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ഓഫ് ഫുൾ A+. അപ്പോൾ ഒരു എല്ലാവർക്കും, അതായത് 100% ആൾക്കാർക്കും A+ ഉള്ള ഒരു കിനാശേരിയാണ് ഇവിടെ പലരും സ്വപ്നം കാണുന്നത്. അതാണ് സമത്വം എന്ന് പലരും ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു. ചില ആൾക്കാരൊക്കെ സമത്വം എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും A+ കൊടുക്കുക എന്നുള്ളതാണെന്ന് കണക്ക്. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഈ ഒരു ബെൽ ഷേപ്ഡ് കർവാണ് ഞാൻ താഴെ കാണിച്ചിരിക്കുന്നത്. അതിൽ Y ആക്സിസ് ആണ് നമ്പർ ഓഫ് ഒക്കറൻസ്, അല്ലെങ്കിൽ എത്ര ആൾക്കാരുണ്ട് അല്ലെങ്കിൽ എത്ര എണ്ണമുണ്ട് എന്നുള്ളത്. താഴെയുള്ളത് റൈറ്റ് ആക്സിസിൽ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആക്സിസിൽ മെഷേർഡ് വാല്യൂ. എന്താണ് നമ്മൾ മെഷർ ചെയ്യുന്നത്? നാച്ചുറലായിട്ട് വരുന്നൊരു കർവാണിത്. ഇതിൻ്റെ പേര് ഗോഷ്യൻ കർവ് എന്നാണ്, അല്ലെങ്കിൽ നാച്ചുറൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. അങ്ങനെ മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു നാച്ചുറലി ഓക്കറിങ് ഈവൻസ്, അല്ലെങ്കിൽ മെഷറബിൾ സാധനം എന്തായാലും ഇങ്ങനെയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് IQ, വിനീഷ് സാറ് പറഞ്ഞത് IQ ഒന്നും റെലവൻ്റ് അല്ല എന്നാണ്. എങ്കിലും ഈ IQന് ഒരു നമ്പർ ഉണ്ടല്ലോ, ഒരു മെത്തേഡ് ഉണ്ടല്ലോ, എങ്ങനെയാണ് IQ കണ്ടുപിടിച്ചിരിക്കുന്നത്. അത് ലോകത്തിലുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്തപ്പോൾ, അല്ലെങ്കിൽ ഇത് ടെസ്റ്റ് ചെയ്ത എല്ലാവർക്കും അപ്ലൈ ചെയ്തപ്പോൾ, അവരുടെ ഡാറ്റ പ്ലോട്ട് ചെയ്തപ്പോൾ ഇതാണ് കിട്ടിയത്. നിങ്ങൾക്ക് കാണാം, X ആക്സിസിൽ ഈ IQ വാല്യൂ ആണ് 55 മുതൽ 145 വരെ കാണിച്ചിരിക്കുന്നു. Y ആക്സിസിൽ എത്ര പെർസെൻറ്റേജ് ആണ് അത് ആ ഒരു നമ്പറുള്ളതെന്നുള്ളതാണ്. അപ്പോൾ ഏകദേശം 100 ആവറേജിൻ്റെ IQ. അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാർ IQ ഉള്ളത് 100 ആ റേഞ്ചിലാണ്. അതായത് 85 മുതൽ 115 വരെയുള്ള ആ ഒരു റേഞ്ചിൽ ഏകദേശം ഓൾമോസ്റ്റ് 70%, എക്സാക്ട്ലി 68% ആൾക്കാർ ആ റേഞ്ചിലാണ് പെടുക. 115 മുതൽ 130 വരെയുള്ളതിൽ വെറും 13.5% ആൾക്കാർ മാത്രമേ ഉള്ളൂ. 130 ശേഷം 145 വരെ വെറും 2% മാത്രം ആൾക്കാർ മാത്രമേ കാണുള്ളൂ. അതുപോലെ ലോവർ എൻഡിൽ ലെസ് ദാൻ 70-ൽ താഴെ IQ-ഉള്ളത് 2% ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയാണ് ലോകത്തിലുള്ള ആൾക്കാരുടെ IQ പ്ലോട്ട് ചെയ്തപ്പോഴും കിട്ടിയത്. ഇതാണ് ഗോഷ്യൻ കർവ്. അഗൈൻ ഈ ഗോഷ്യൻ കർവിന് ഞാൻ പല എക്സാമ്പിൾ വെച്ച് കാണിക്കുകയാണ്. ഇത് ഹൈറ്റാണ്, ആണുങ്ങളുടേതും പെണ്ണുങ്ങളുടേതും സെപ്പറേറ്റ് കാണിച്ചിരിക്കുന്നു. ലേഡീസിൻ്റെത് ബ്ലൂ കളറിലാണ് കാണിച്ചിരിക്കുന്നത്, ആണുങ്ങളുടേത് റെഡ് കളറിലാണ് കാണിച്ചിരിക്കുന്നത്. ലേഡീസിൻ്റെ ആവറേജ്, അതായത് ആ ഗോഷ്യൻ്റെ മിഡ് പോയിന്റ് എന്ന് പറയുന്നത് 164.7 ആണ്. അതാണ് മാക്സിമം ആൾക്കാർക്ക് ആ നമ്പറാണ് ഉള്ളത് എന്നുള്ളതാണ്. ആണുങ്ങൾക്ക് 178.4 ആണ്. അതിനർത്ഥം ഏറ്റവും ഹൈറ്റ് കൂടിയ 2 മീറ്ററുകളിലൊക്കെ കൂടുതലുള്ള ആൾക്കാർ വളരെ കുറച്ചാണ് നിങ്ങൾക്ക് കാണാം. അതുപോലെ ഏറ്റവും ഹൈറ്റ് കുറഞ്ഞ ആൾക്കാരും വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ പെർസെൻറ്റേജ് വൈസ് ലോകത്തിൽ. ഇത് BMI ആണ്, ഈ ബോഡി മാസ് ഇൻഡെക്സ്. അതായത് നമ്മുടെ വെയിറ്റ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് സ്ക്വയർ. അത് ലേഡീസിൻ്റെതും ആണുങ്ങളുടേതുമാണ് കാണിച്ചിരിക്കുന്നത്, 2 ഡാറ്റയായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും 22 ഏകദേശം ലേഡീസിൻ്റെ BMI ആവറേജ്. 2005 കണക്കാണ്. ആ ജേണലാണ് താഴെ കാണിച്ചിരിക്കുന്നത്, എവിടെയാണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ആ ജേണൽ.
അപ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്നത് ആണുങ്ങളുടേതാണ്. ഏകദേശം 25-നും കൂടുതലാണ് BMI ആണുങ്ങളുടേത്. നിങ്ങൾക്ക് മനസ്സിലാക്കാം BMI 35 ഉള്ള ആൾക്കാരും 37 ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ നമ്പർ വളരെ ഒബേസായ ആൾക്കാർ, തടിച്ച് പൊണ്ണത്തടിയന്മാർ, അവർ വളരെ വളരെ കുറവാണ് ലോകത്തിൽ. അതുപോലെ ലേഡീസിൻ്റെ ഇതിലായാലും 37 ഉള്ളവരുണ്ട്, പക്ഷേ വളരെ കുറവാണെന്നുള്ളതാണ്. അതുപോലെ ചെറിയ BMI ഉള്ളത് 17 താഴെയൊക്കെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ ആ ആവറേജിലാണ് കിടക്കുന്നത് ജനസംഖ്യ ഈ BMI ഉള്ളത്. ഇത് നിങ്ങൾക്കൊക്കെ അറിയുന്ന ഇവരുടെ പേരാണ് ഞാൻ ലെഫ്റ്റ് സൈഡിൽ എഴുതിയിരിക്കുന്നത്. VIPs ആണ്. ക്രിക്കറ്റേഴ്സ്, അതുപോലെ സിനിമാ നടന്മാർ, പൊളിറ്റീഷ്യൻസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള അറിയുന്ന കുറേ ആൾക്കാരൊക്കെ ഇതിൽ കാണും, നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. അവരുടെ ഹൈറ്റ് പ്ലോട്ട് ചെയ്തപ്പോൾ 5 അടി 2 ഇഞ്ച് മുതൽ 6 അടി 6 ഇഞ്ച് വരെ ഞാൻ പ്ലോട്ട് ചെയ്തിരിക്കുന്നു. ഇതാണ് കർവ് കിട്ടിയിരിക്കുന്നത്. ഏകദേശം 100 ആൾക്കാരുണ്ട് ഇതിൽ. അപ്പോൾ എഗെയിൻ ഇതൊരു ബെൽ കർവാണ്. ഇതിപ്പോൾ 100 ആൾ മാത്രം ആയതുകൊണ്ടാണ് ഇതൊരു ശരിക്കും ബെല്ല് പോലെ ഷേപ്പ് ഇല്ലാത്തത്. ആ ബെല്ലിൻ്റെ ഓവറോൾ ഷേപ്പ് ഉണ്ട് താനും. ഇപ്പോൾ ഒരു ലക്ഷക്കണക്കിന് ആൾക്കാരൊക്കെ വരുമ്പോൾ എക്സാക്റ്റ് ബെൽ കർവാണ് ഉണ്ടാവുക. ഇത് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ. നമ്മുടെ ബ്ലഡ് പ്രഷർ, സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ 120 ആണ്. 80-120 എന്ന് പറയുന്ന ആ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ 120 ആണ്. ഇത് ആണുങ്ങളുടെ കണക്കാണ്. 18 മുതൽ 29 വയസ്സ് വരെയുള്ള ആണുങ്ങളുടെ കണക്കാണ്. നിങ്ങൾക്ക് കാണാം ഏറ്റവും കൂടുതൽ അതായത് 120 ഉള്ളത് ഏറ്റവും കൂടുതൽ ആൾക്കാരാണ്, നമ്പറാണ്. ബ്ലഡ് പ്രഷർ തീരെ കുറഞ്ഞവരുടെ എണ്ണവും തീരെ ഒരുപാട് കൂടിയവരുടെ എണ്ണവും വളരെ കുറവാണ്. Y ആക്സിസിൻ്റെ ഹിസ്റ്റോഗ്രാമിൻ്റെ ഹൈറ്റ് നോക്കിയാൽ മനസ്സിലാവും. റൈറ്റ് സൈഡ് കാണുന്നത് ഹാർട്ട് റേറ്റ് ആണ്. ഹാർട്ട് റേറ്റ് ഫോർ ഇൻഡിവിജ്വൽസ്. അപ്പോൾ എഗെയിൻ ആ ഒരു സിമിലർ സിസ്റ്റം തന്നെ നിങ്ങൾക്ക് ഇവിടെയും കാണാം. ഏകദേശം 75 താഴെയാണ് ആവറേജ് ഹാർട്ട് റേറ്റ്. ഇത് SAT എന്ന് പറയുന്ന സ്കോളാസ്റ്റിക് അസസ്മെൻറ്റ് ടെസ്റ്റ്. അമേരിക്കയിലുള്ള അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സിന് എൻട്രിക്കുള്ള എൻട്രൻസ് ടെസ്റ്റാണ്. ഏകദേശം 16 ലക്ഷം ആൾക്കാർ ഈ പരീക്ഷ എഴുതും ഓരോ വർഷവും. അതിൽ കിട്ടിയ മാർക്ക് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. X ആക്സിസിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഏകദേശം 1500 ആ റേഞ്ചിലാണ് ഏറ്റവും കൂടുതലുള്ള ആൾക്കാർ കിട്ടിയിരിക്കുന്നത്. അത് ഏകദേശം 15,000-നും 20,000-നും ഇടയിലുള്ള ആൾക്കാർക്ക് അത്രയും കിട്ടിയിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ് 700-600-ലൊക്കെ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ആ ഹൈറ്റ് നിങ്ങൾക്ക് മനസ്സിലാകും. അതുപോലെ ഏറ്റവും കൂടിയ മാർക്കായ 2400-ലൊക്കെ വളരെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അതൊരു പ്രോപ്പർ ബെൽ കർവ് തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്തിരിക്കുന്നത്. ഇതാണ് വിനീഷ് സാറ് പറഞ്ഞ ഞാൻ അഭിമാനിക്കുന്ന എൻ്റെ കോഴ്സ് എന്ന് പറയുന്നത്. ഞാൻ അഭിമാനിക്കുന്നു, കാരണം ഇതൊരു ബെൽ കർവാണ്. ഇത്രയും 90 സ്റ്റുഡൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അൺഫോർച്ചുനേറ്റ്ലി ഒരാൾ ഫെയിൽ ചെയ്തു എന്നുള്ള സത്യമാണ്. പക്ഷേ അദ്ദേഹം ഫെയിൽ ആവണം എന്നില്ല. വിനീഷ് സാറിൻ്റെ ഐഡിയ തെറ്റാണ്. ഒരാളെ ഫെയിലാക്കണം എന്നില്ല. ഇപ്പോൾ ആ ഫെയിൽ അല്ലെങ്കിൽ അടുത്ത ഡി ഗ്രേഡ് അദ്ദേഹം ഡി ഗ്രേഡ് കിട്ടി എന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ആ ഡി ഗ്രേഡുള്ള ആൾക്കാരുടെ എണ്ണം 6 ആവും. എന്നാലും അതൊരു ഗോഷ്യൻ തന്നെയായിരിക്കും. ഗോഷ്യൻ ഒരാളെ തോൽപ്പിക്കണമെന്നോ ഒരാളെ ജയിപ്പിക്കണമെന്നോ ഇല്ല. ഇതൊരു നാച്ചുറൽ ഡിസ്ട്രിബ്യൂഷനാണ്. അത് നമ്മളാണ് വരയ്ക്കുന്നത്. ഇത് ഇന്ന റേഞ്ച്, ഇത് ഇന്ന റേഞ്ച് എന്നുള്ളത് ആ എക്സാക്ട് വാല്യൂ അനുസരിച്ച്. അഗെയിൻ ആസ് ഐ സെഡ്, ഐ ആം പ്രൗഡ്. എന്താ പറയുക, ഞാൻ ഇതിൽ വെള്ളം ചേർത്തിട്ടില്ല. ഗോഷ്യൻ കിട്ടാതെ ഇവിടെയൊക്കെ വെള്ളം ചേർത്തിട്ടുള്ള എവാലുവേഷനാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഗോഷ്യൻ കിട്ടാത്തത്. 4-4.5 ലക്ഷം ആൾക്കാർ എഴുതുന്ന പരീക്ഷയ്ക്ക് ഗോഷ്യൻ കിട്ടുന്നില്ലെങ്കിൽ അതിൽ സൂപ്പർ വെള്ളം ചേർത്തിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. മാഷ്ക്ക് മനസ്സിലാവണം. ഇത് RTI വെച്ചിട്ട് SSLC റിസൾട്ടിൻ്റെ കോപ്പി കിട്ടിയതാണ് 2024. ഈ ഓരോ വിഷയത്തിലുള്ള മാർക്കും അതിൽ എത്ര A+, എത്ര B+, എത്ര A അങ്ങനെയുള്ള കണക്കാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ അനാലിസിസാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. സെക്കൻഡ് ലാംഗ്വേജിലുള്ള മാർക്കാണ്. ഇതാണ് A+ കിട്ടിയ ടോട്ടൽ 2,93,000 ആൾക്കാർക്ക് A+ കിട്ടി. മനസ്സിലാക്കണം. അത് ഏകദേശം 4.2 ലക്ഷമായിരുന്നു ആൾക്കാർ എഴുതിയത്. അതായത് ഓൾമോസ്റ്റ് 69% ആൾക്കാർക്കും A+ ആണ്. അതുകൊണ്ടാണ് ആ കർവ് ഗോഷ്യൻ കർവല്ലാതെ നേരെ കുത്തനെ അങ്ങ് എക്സ്പോണൻഷ്യൽ ഡീക്കെ പോലെ വന്നിരിക്കുന്നത്. ഇത് വെള്ളം ചേർത്തത് കൊണ്ട് മാത്രമാണ്. ഇത് പ്രോപ്പറായിട്ടുള്ള എവാലുവേഷൻ നടത്താത്തത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിലും ഒരു വിഷയത്തിലും ഇത്രയും ശതമാനം 68% അല്ലെങ്കിൽ 69% A+ എന്ന് കൊടുക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല.
ഇത് എക്സാജറേറ്റഡ് ഡാറ്റയാണെന്ന് പറയാം, അല്ലെങ്കിൽ മാനിപ്പുലേറ്റഡ് ഡാറ്റയാണെന്ന് പറയാം. ഇത് ഫസ്റ്റ് ലാംഗ്വേജാണ്. സിമിലർ നമ്പറാണ് ഇവിടെ കാണിക്കുന്നത്. 2,81,000. 4,20,000 ആൾക്കാരിൽ 2,81,000 ആൾക്കാർക്ക് A+ കിട്ടിയിരിക്കുന്നു ഈ ഒരു വിഷയത്തിൽ. ബയോളജിയിൽ നോക്കിയാൽ 2,06,366 പേർക്ക് A+ കിട്ടിയിരുന്നു. അത് 48.3%. ഇത് അടുത്ത IT ആണ്. IT-യിൽ ഏകദേശം 3,05,675, അതായത് 72% ആൾക്കാർക്ക് A+ കിട്ടിയിരിക്കുന്നു ഈ വിഷയത്തിൽ. ഇതൊന്നും ഒരിക്കലും പോസിബിൾ അല്ല. ഇത് ജസ്റ്റ് ഡയല്യൂട്ടഡ് ആണ്, വെള്ളം ചേർത്ത് ഉണ്ടാക്കിയതാണെന്ന് മാത്രം. മാത്സിൽ കാണാം ഏകദേശം ആ ഒരു A+ കഴിഞ്ഞിട്ട് ഉള്ള ഒരു കർവിൻ്റെ ഒരു രൂപം നോക്കിയാൽ അത് ഒരു ഗോഷ്യൻ കർവ് പോലെയാണ്. പക്ഷേ A+ അത്രയും കൂട്ടാൻ വേണ്ടി അത് നീട്ടി വലിച്ചതാണെന്ന് മനസ്സിലാക്കാം. ഇവിടെ 1,23,000 പേർക്കാണ് മാത്സിൽ A+ കിട്ടിയിരിക്കുന്നത്. 28.8% അത്. അതുപോലെ B+, B എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ടേബിൾ ഉണ്ടല്ലോ, ഇത് വീഡിയോയിൽ സൂം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. കെമിസ്ട്രിയിലുള്ളതാണ് ഇത്. 1,66,809 പേരാണ് A+ കിട്ടിയിരിക്കുന്നത്. അത് ഏകദേശം 39%. ആ ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ്റെ ഒരു ചെറിയൊരു ലാഞ്ചന എവിടെ ഉണ്ടായിരുന്നു ആ ഒരു C++ റീജിയനിൽ. ബാക്കി എയും A+ ഇതൊക്കെ എക്സാജറേറ്റഡ് ആണ്. അത് നീട്ടി വലിച്ചുണ്ടാക്കിയ ഒരു ഡാറ്റയാണ്, അല്ലെങ്കിൽ എവാലുവേഷനിൽ വെള്ളം ചേർത്തുണ്ടാക്കിയ ഡാറ്റയാണെന്ന് മാത്രം. ഫിസിക്സ് എഗെയിൻ നിങ്ങൾക്ക് കാണാം. ആ ഒരു ഫസ്റ്റ് പോയിന്റ് A+ 1,34,559 വരും. 31.5% A+ ഒരു ഇൻഫ്ലേറ്റഡ് ഡാറ്റയാണ്. അതർവൈസ് ആ റെസ്റ്റ് ഓഫ് ദ ഗ്രാഫ് ലുക്സ് ലൈക്ക് എ ക്വസ്റ്റ്യൻ. അത് കുറച്ചുകൂടി ഒരു നീതി പുലർത്തിയതാണ് ആ ബാക്കിയുള്ള ഇതിൽ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത് സോഷ്യൽ സയൻസിൻ്റെ ആണ്. 1,55,000, അതായത് 36.4% A+. ഹിന്ദിയിൽ 36.9%, 1,57,000 ആയിരുന്നു. അങ്ങനെ പോകുന്നു. ഇംഗ്ലീഷിൽ 1,46, 1,46,000. അങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും കേരളത്തിലെ 70% കുട്ടികളും ഹൈലി ഇൻ്റലിജൻ്റ് ആണ്. അതൊരിക്കലും പോസിബിൾ അല്ലല്ലോ. കേരളത്തിലുള്ള ടോട്ടൽ സ്റ്റുഡൻസിൻ്റെ 70% ഹൈലി ഇൻ്റലിജൻ്റ് A+ കിട്ടേണ്ട സ്റ്റുഡൻസ് ആണോ? അതൊരിക്കലും പോസിബിൾ അല്ല. അതല്ലതാണ്. 2 പോസിബിലിറ്റിയാണ് ഈ ഒരു ഡാറ്റയ്ക്കുള്ളത്. ഒന്ന്, ടെസ്റ്റിംഗ് മെത്തേഡ് ഈസ് വെരി വെരി പുവർ. രണ്ടാമത്തത്, മാർക്ക് ഈസ് ആർട്ടിഫിഷ്യലി ഇൻഫ്ലേറ്റഡ്. രണ്ടിനും ഈ ഒരു പോസിബിലിറ്റി. ചെറിയ ഒരു സിമ്പിളായ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ, ആർക്കും എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടും, അല്ലെങ്കിൽ ഫുള്ളിനടുത്തുള്ള മാർക്ക് കിട്ടും. ഒന്നതാണ്, ടെസ്റ്റിംഗ് മെത്തേഡ് ഈസ് വെരി വെരി പുവർ. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നല്ലതായിരിക്കും, അവസാനം എവാലുവേഷൻ ചെയ്യുമ്പോൾ 1 മാർക്ക് ഇടേണ്ട സ്ഥലത്ത് 4 മാർക്ക് കിട്ടും എന്നുള്ള ഒരു ഇഷ്യൂ. ഇത് ഓരോ ഇന്ത്യയിലുള്ള മറ്റ് സംസ്ഥാനങ്ങളുടെ ബോർഡ് റിസൾട്ടാണ്. കഴിഞ്ഞ വർഷത്തെ തന്നെയാണ്. വെസ്റ്റ് ബംഗാളിൽ 99% കിട്ടിയ ഒരാൾ മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് 693 മാർക്കായിരുന്നു 700-ൽ. അദ്ദേഹത്തിൻ്റെ പേരാണ് ചന്ദ്രചൂഡ് സാഹു. 2ാം റാങ്ക് കിട്ടിയത് ഒരാൾക്ക്, അദ്ദേഹത്തിന് 97.71. 3ാം റാങ്ക് 3 പേർക്ക്. അതുപോലെ ഉത്തരാഖണ്ഡിൽ പ്രിയദർശിനി റാവത്തായിരുന്നു. 500-ൽ 500 കിട്ടി. പിന്നെ അതുപോലെ ഒരാൾക്ക് മാത്രം. 2ാം സ്ഥാനത്ത് ഒരാൾ മാത്രം, 3ാം സ്ഥാനത്ത് വേറൊരു മാത്രം. ആയുഷ് എന്ന് പറഞ്ഞ ആളാണ് 3ാം സ്ഥാനത്ത്. ജാർഖണ്ഡിലുള്ള ഡാറ്റയാണ് അടുത്തത്. ജ്യോത്സ്ന ജ്യോതിക്കാണ് 1ാം സ്ഥാനം, സന സഞ്ജൂരിക്കാണ് 2ാം സ്ഥാനം. അങ്ങനെ പോകുന്നു. ആസാം, ജാർഖണ്ഡ്. കേരളത്തിൽ 71,831 പേർക്കാണ് 99.99% കിട്ടിയിരിക്കുന്നത്, അതായത് ഫുൾ A+ കിട്ടിയിരിക്കുന്നത്. ഇത് എവിടെ പറയാൻ പറ്റും മാഷി ഈ കണക്കൊക്കെ? നമ്മുടെ കേരളത്തിലുള്ള കുട്ടികൾക്ക് ഇത്രയും ഇതുണ്ട്, അല്ലെങ്കിൽ ഇത്രയും ഇൻ്റലിജൻ്റ് ആണ്. ഇത് ആർട്ടിഫിഷ്യലി ഇൻഫ്ലേറ്റഡ് അല്ലാതെ മറ്റെന്താണ് പറയാൻ പറ്റുന്നത്? ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്ത് നമ്മുടെ ഇത് ഇൻഫ്ലേറ്റഡ് ഡാറ്റ കാണിച്ച് നമ്മൾ അപഹാസ്യരാകരുത് എന്നാണ് പറയാനുള്ളത്. നമ്മുടെ സിസ്റ്റത്തിൽ ഉദാഹരണത്തിന് മിനിസ്റ്റർ സജി ചെറിയാൻ പറഞ്ഞിരുന്നു, കേരളത്തിലെ SSLC പാസ്സാകുന്ന കുട്ടികൾക്ക് അവരുടെ പേരെഴുതാൻ പോലും അറിയില്ല. അത് സത്യമാണോ അല്ലയോ എന്ന് വിദ്യാഭ്യാസ വിചക്ഷണന്മാർ നോക്കട്ടെ. അതുപോലെ ഡയറക്ടർ ഓഫ് പബ്ലിക് എഡ്യൂക്കേഷൻ ഷാനവാസ് 2023 പറഞ്ഞായിരുന്നു, ഇറ്റ് വുഡ് ബ്രിങ് ഡൗൺ ദ സ്റ്റാൻഡേർഡ് ഓഫ് എഡ്യൂക്കേഷൻ ഇഫ് മോർ സ്റ്റുഡൻസ് വർ ഗ്രേഡഡ് A+.
only to show good performance rates every year. That's what is happening. Just to show there is good performance every year. I don't know for who this is happening, and that is downgrading our education. This has to be stopped. ഇത് മാതൃഭൂമിയിൽ വന്ന ഒരു ആർട്ടിക്കിളാണ്. ഷോർട്ടേജ് ഓഫ് +1 സീറ്റ് ഇൻ മലപ്പുറം. നമ്മളെല്ലാവരും കണ്ടതാണ്. ഏകദേശം 222 കുട്ടികൾ, ഫുൾ A+ വാങ്ങിച്ച കുട്ടികൾക്ക് സീറ്റ് ഉണ്ടായിരുന്നില്ല. ഇത് സിസ്റ്റത്തിലും ഒരു പ്രഷർ കൊടുക്കുന്നുള്ളൊരു എക്സാമ്പിളാണ്. ഈ അൺഡ്യൂ ഓർ അൺനെസസറി ഗ്രേഡിങ് കൊണ്ട് ഉള്ളൊരു പ്രശ്നമാണത്. നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ അത്രയും ഇല്ലല്ലോ. ഏകദേശം ഇത് മന്ത്രി പറഞ്ഞാണ്, ശിവൻകുട്ടി പറഞ്ഞതാണ്, 7478 +1 സീറ്റ് ഷോർട്ടേജ് ഉണ്ട് എന്ന് ഒരു അവസരത്തെ പറഞ്ഞാണ്. എനിക്ക് വന്നത് സോൾവ് ചെയ്തത് ലേറ്റർ. ഇനി നമ്മുടെ +2 എങ്ങനെയാണെന്ന് നോക്കാം. +2 ഡിഫറെൻ്റ് ആണോ എന്ന് നോക്കാം. ഇത് +2 ഫിസിക്സിലുള്ള മാർക്കാണ്. സെയിം ആണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. 25.17% A+ കിട്ടിയിരിക്കുന്നത്. അതായത് 48,102 ഇതിൽ ടോട്ടൽ A+ കിട്ടിയ കുട്ടികളുടെ എണ്ണം. ഇത് കെമിസ്ട്രിയാണ്. ഇത് അഗെയിൻ നോട്ട് ബെൽ കർവ്. 50,439 പേർക്ക്, അതായത് 26.4% ആൾക്കാർക്ക് A+ കിട്ടിയിരുന്നു. കമ്പ്യൂട്ടർ സയൻസിൽ 1,76,000, 30% ആൾക്കാർക്ക് A+ കിട്ടി. അതുപോലെ ബയോളജിയിൽ 58,525 പേർക്ക്, അതായത് 37.5% A+ കിട്ടി. എല്ലാ പ്രാവശ്യവും നമ്മൾ ഈ ഒരു കർവാണ് കാണുന്നത്. ഒരു എക്സ്പോണൻഷ്യൽ ഡീകെ കർവ് മാത്രമാണ് കാണുന്നത്, അല്ലാതെ ഒരു ഗോഷ്യൻ കർവ് നമ്മളിവിടെ കാണുന്നില്ല. എത്രയും ലക്ഷക്കണക്കിന് പരീക്ഷ എഴുതുന്നിട്ട് ഒരു എക്സാമിൽ ഗോഷ്യൻ കർവ് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ ആ സിസ്റ്റത്തിൻ്റെ അടിത്തറയിൽ പ്രശ്നമുണ്ടെന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇത് കറക്റ്റ് ചെയ്യണം, കറക്റ്റ് ചെയ്യപ്പെടണം. ഇംഗ്ലീഷിലുള്ളതാണ് ഇവിടെ കാണുന്നത്. അടുത്തത് മലയാളത്തിലുള്ളതാണ്. ഏകദേശം 50% ആൾക്കാർക്കും A+ ആണ് മലയാളത്തിൽ. ഇതാണ് +2 റിസൾട്ട്. +2 നമ്മൾ 2007 ഈ ഗ്രേഡിങ് തുടങ്ങിയത്. 2005 SSLC തുടങ്ങിയിട്ട് 2007 അവർ +2 ആ സമയത്ത് തുടങ്ങിയതാണ് നമ്മുടെ ഗ്രേഡിങ്. ഇവിടെ +2 ഗ്രേഡിങ്ങും ഏകദേശം അതുപോലെ തന്നെയാണ്. ആദ്യം നമ്മൾ ഫുൾ A+ കൊടുത്തത് 455 പേർക്കായിരുന്നു. ഈ കഴിഞ്ഞ വർഷം 39,242. സ്ലോലി അതും എക്സ്പോണൻഷ്യൽ ആയിട്ട് ഇൻക്രീസ് ചെയ്യുകയാണ്. ഫുൾ A+ ഉള്ള ഇതാണ് കാണിച്ചിരിക്കുന്നത്. ഈ റൈറ്റ് സൈഡിൽ ഈ റെഡ് ഇങ്കിൽ കാണിച്ചിരിക്കുന്നത് അതാണ്. ടോട്ടൽ സ്റ്റുഡൻസ് 1,89,414. സയൻസിൽ മാത്രമുള്ളതാണ്. ഇനി നമ്മുടെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ നമ്മുടെ നല്ലതാണെന്ന് വിനീഷ് സാറൊക്കെ പറയുന്നുണ്ടെങ്കിലും എൻ്റെ പ്രഭാഷണത്തിലെ ചില ഭാഗങ്ങൾ എടുത്തിട്ട് അദ്ദേഹം പറയുകയുണ്ടായെങ്കിലും അദ്ദേഹം ചെറിയ പിക്കിംഗ് ആണ് ചെയ്തത്. ഈ ഒരു കേസ് അദ്ദേഹം എടുത്തിട്ടില്ല. ഈ അഡ്മിഷൻ ഒരു കേസ് സ്റ്റഡി ഇത് എടുക്കേണ്ടതായിരുന്നു. ഇത് അദ്ദേഹം എടുക്കാതിരിക്കാൻ കാരണമുണ്ടെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഇത് 2021 ഡാറ്റയാണ്. ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്ന ഒരു ന്യൂസാണ്. കേരള സ്റ്റുഡൻസ് വിത്ത് 100% ഗ്രാബ് കോളേജ് സീറ്റ്സ്, അതർ ഡൽഹി ആസ്പിറൻസ് ലെഫ്റ്റ് ഇൻ ലർച്ച്. അതായത് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ കേരളത്തിലുള്ള കുട്ടികളാണ് ഓൾമോസ്റ്റ് എല്ലാ സീറ്റും എടുത്തിരിക്കുന്നത്. അവർക്കാണ് കിട്ടിയിരിക്കുന്നത്. ദ 10 ലെഫ്റ്റ് ലിറ്റിൽ സ്കോപ്പ് ഫോർ ദ സ്റ്റുഡൻസ് ഫ്രം അതർ ബോർഡ്സ്. മറ്റുള്ളവർക്കൊന്നും ഒരു അവസരം പോലും കിട്ടിയില്ല. എ ടോട്ടൽ ഓഫ് 6,000 സ്റ്റുഡൻസ് ഫ്രം കേരള ബോർഡ് ഹാവ് സ്കോർഡ് നെറ്റ് 100% മാർക്സ്. 6,000 ആൾക്കാർ 100% മാർക്ക് ഉണ്ടായിരുന്നു. ഓഫ് ദിസ് 2,000 വിൽ ബി ടേക്കിംഗ് അഡ്മിഷൻ അക്രോസ് കോളേജസ് ഇൻ നോർത്ത് ക്യാമ്പസ് ഡൽഹിയിലുള്ള നോർത്ത് ക്യാമ്പസ്. ഇൻ ഹിന്ദു കോളേജ് അലോൺ ടോട്ടൽ ഓഫ് 500 സ്റ്റുഡൻസ് ഫ്രം കേരള ബോർഡ് ഹാവ് ടേക്കൺ അഡ്മിഷൻ. ഹിന്ദു കോളേജിൽ മാത്രം 500 സ്റ്റുഡൻസ് കേരളയിൽ നിന്ന് കിട്ടിയെന്നുള്ളതാണ്. ഇനി ഇതേ ഡോക്ടർ വിനീഷ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അത് ആ കമ്പാരിസണിൽ, അതായത് ഞാൻ പറഞ്ഞു CBSE ബെറ്റർ ആണ് ഇൻ ടേംസ് ഓഫ് എവാലുവേഷൻ ദാൻ കേരള ബോർഡ് എന്ന് പറഞ്ഞത്, അത് എൻ്റെ ഒരു ഇരട്ടത്താപ്പ് എന്ന് പറഞ്ഞ ആ ഒരു കമൻ്റ് ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഞാൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. CBSE എവിടെ കിടക്കുന്നു, കേരള ബോർഡ് എവിടെ കിടക്കുന്നു? കേരള ബോർഡിൽ ഈ 3,73,788 48,312 പേരും 99% കിട്ടിയവരാണ്. CBSE ബോർഡിൽ 14 ലക്ഷത്തിൽ വെറും 550 പേർക്ക് മാത്രമേ 99% കിട്ടിയിട്ടുള്ളൂ.
അപ്പോൾ അജഗജാന്തരം ഡിഫറൻസ് ഉണ്ട്. CBSE ബോർഡ് എവാലുവേഷൻ CBSE ബോർഡ് എവാലുവേഷൻ പെർഫെക്റ്റ് ആണെന്ന് പറയുന്നില്ല, പക്ഷേ അവരെവിടെയും ഒരു വിഷയത്തിലും 70% ആൾക്കാർക്ക് A+ ഇതുവരെ കൊടുത്തിട്ടില്ല. അവർക്ക് കൃത്യമായ ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ വെച്ചിട്ടാണ് അവർ A+, D+ ഒക്കെ ഗ്രേഡ് ചെയ്യുന്നത്. അല്ലാതെ കണ്ടമാനം അങ്ങ് 70-ലേക്കൊന്നും ഉയർത്താറില്ല. അജഗജാന്തരം ഡിഫറൻസ് ഉണ്ട് എന്ന് കാണിക്കുന്ന ഡാറ്റയാണ് ഇത്. കേരള ബോർഡിൻ്റെ ടീച്ചിങ് മോശമാണെന്നോ അല്ലെങ്കിൽ അതിൻ്റെ പാഠ്യപദ്ധതി മോശമാണോ എന്നോ അല്ല പറയുന്നത്. രണ്ടും NCERT വെച്ചിട്ടുള്ള സിലബസ് തന്നെയായിരിക്കും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എവാലുവേഷനിലുള്ള പ്രശ്നമാണ്, ഗ്രേഡിങ്ങിലുള്ള പ്രശ്നമാണ്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതാണ് പറഞ്ഞത്. സാറിന് ഇപ്പോഴും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഇത് രണ്ടും പൊതുവിദ്യാഭ്യാസം തന്നെയാണ്. ഇത് വേറൊരു പത്രത്തിൽ വന്നതാണ്. കേരള സ്റ്റുഡൻസ് ആർ നൗ ഡോമിനേറ്റിംഗ് DU ബിക്കോസ് എനിവൺ ക്യാൻ ഗെറ്റ് 100% മാർക്സ് ഇൻ കേരള ബോർഡ്. 8 ഒക്ടോബർ 2021 വന്നതാണ്. 3 out of 10 courses with a 100% cutoff close their admission process on October 6, 2021. Out of 206 students admitted under the unreserved category, more than 95% of them have studied from Kerala board. അതായത് 206 സ്റ്റുഡൻസ് അൺറിസർവ്ഡ് കാറ്റഗറിയിൽ അഡ്മിറ്റ്. അതിൽ 95% കേരളത്തിൽ നിന്നുള്ളായിരുന്നു, കേരള സ്റ്റുഡൻസ് ആയിരുന്നു. ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റുഡൻസിനും ഈക്വൽ ഓപ്പർച്യൂണിറ്റി കിട്ടേണ്ട ഒരു സ്ഥലമാണ് ഇത്. അപ്പോൾ ആ സമത്വം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അവർ ഒരു കമ്മിറ്റി ഉണ്ടാക്കി. അവർ തീരുമാനിച്ചു, ഇനി നമ്മൾക്ക് ഒരു എൻട്രൻസ് ടെസ്റ്റ് വേണം, ഈ മാർക്ക് വെച്ചിട്ടുള്ള അഡ്മിഷൻ നിർത്തണം എന്ന് 2021 തീരുമാനിച്ചു. ഇതും 2021 ഡാറ്റയാണ്. ഇതിൽ കാണിക്കുന്നത് OBC സ്റ്റുഡൻസ് സാധാരണ 27% ആവറേജ് വേണ്ടത് ഓരോ സംസ്ഥാനത്തിന്. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ 70% OBC സീറ്റും ഫിൽഡ് ബൈ കേരള സ്റ്റേറ്റ്. ഇത് സമത്വമാണോ? അപ്പോൾ ഇന്ത്യയിൽ നോക്കുമ്പോൾ ഇതാണോ സമത്വം എന്ന് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഫുൾ A+ ഇവിടെ നിന്ന് കൊടുക്കുക, അവിടെ നിന്ന് പ്രോപ്പറായിട്ടുള്ള സിസ്റ്റം ഫോളോ ചെയ്യുക, എന്നിട്ട് രണ്ടും ആപ്പിളും ഓറഞ്ചും കമ്പയർ ചെയ്യുക. ഇങ്ങനെയാണോ സമത്വം എന്ന് ഉദ്ദേശിച്ചത്? അത് സമത്വമല്ല. സമത്വം എന്ന് പറഞ്ഞാൽ എൻട്രൻസ് തന്നെയാണ്. അത് ആഫ്റ്റർ 1 year വാട്ട് ദാറ്റ് ഹാപ്പൻ. ആക്ച്വലി ഒരു വർഷം കഴിഞ്ഞിട്ട് 2022 ഇത് മനോരമ ന്യൂസാണ്, ഓൺലൈൻ മനോരമ. ദ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് CUT has managed to bring in parity of scores of students belonging to different boards across the country. ഇപ്പോഴാണ് പാരിറ്റി വന്നത്, സമത്വം വന്നത് ഇപ്പോഴാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ only 350 students from Kerala board were allotted seats in Delhi University that year. മറ്റേത് ആയിരങ്ങളായിരുന്നു മുന്നത്തെ വർഷം. 2ാം സ്ഥാനത്തുണ്ടായിരുന്ന കേരളം ഇപ്പോൾ 7ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. എന്തുകൊണ്ടാണ് ചേഞ്ച്? While the marks scored in 12th standard were considered for admission until last year, this time they were based on CUT performance, entrance performance ആയിരുന്നു. In contrast, only 556 students from Bihar board had won admissions in the last academic year, while their number increased to 1,280. കഴിഞ്ഞ വർഷം ബീഹാറിലുള്ള സ്റ്റുഡൻസ് 556 പേരെ കയറിയുള്ളൂ മാർക്ക് വെച്ചിട്ട്. പക്ഷേ എൻട്രൻസ് വന്നപ്പോൾ അവർ 1280 പേരായി കൂടി. നമ്മുടേത് അവരെയൊക്കെയാണ് ഒരുപാട് താഴെയായിട്ട് കുറച്ച് 7ാം സ്ഥാനത്തേക്ക് പോയി എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നതാണ് ആദ്യത്തേത്. ഫ്രം 122.1 CUT എഫക്ട് ഷോസ് ഓൺ കേരള ബോർഡ് സ്റ്റുഡൻസ് ഇൻ ഹിന്ദു കോളേജ് കോഴ്സസ്. ഇത് ഹിന്ദു കോളേജിൽ in 2021-22, out of 146 students admitted in the BA Honors Political Science program in Hindu College, after the first cut-off list, 124 were from state school boards, 120 from Kerala board, 3 from Rajasthan, 1 from Haryana. This was in 2021. അത് 2022 ഒരാളായിട്ട് കുറഞ്ഞു. 120 ഉണ്ടായ ആൾക്കാർ ഒരാളായിട്ട് കുറഞ്ഞു ആ എൻട്രൻസ് വന്നപ്പോൾ. അടുത്ത തലക്കെട്ട് കാണിച്ചിരിക്കുന്നത് ആഫ്റ്റർ CUT കേരള ബോർഡ് falls from second highest to the 7th at Delhi University. അത് ഹിന്ദുവിൽ വന്നാണ് November 5th, 2022. CUT has provided equal opportunity to all individual boards have their own results, regulations and methods of evaluation, say DU Vice Chancellor.
ഇവിടെയാണ് പാരിറ്റി, ഇപ്പോഴാണ് സമത്വം വന്നത് എന്നാണ് മാഷ് മനസ്സിലാക്കണം. The state education boards of Bihar, Uttar Pradesh, Rajasthan, Haryana are placed higher than Kerala board. നമ്മൾ ഈ സ്ഥിതി വരുത്തി തീർത്താണ്. നമ്മുടെ എഡ്യൂക്കേഷൻ എത്രയോ നമ്മൾക്ക് അവർക്കാണ് എത്രയോ ബെറ്റർ ആവാൻ പറ്റുമായിരുന്നു. നമ്മൾ പ്രോപ്പർ എവാലുവേഷനും പ്രോപ്പർ ട്രെയിനിങ്ങും കൊടുത്തിരുന്നെങ്കിൽ നമ്മുടെ കുട്ടികളും എത്രയോ ബെറ്റർ ആവുമായിരുന്നു. പക്ഷേ നമ്മുടെ സിസ്റ്റത്തിലുള്ള പ്രശ്നമാണ് ഇവിടെ കാണിക്കുന്നത്. എൻട്രൻസ് വരുമ്പോഴും എൻട്രൻസ് എന്താ പറയുക, മെമ്മറി പവർ അല്ല ശരി, എല്ലാ എൻട്രൻസും. ചില എൻട്രൻസ് ആണ് ഇവിടെ നടക്കുന്ന എൻട്രൻസ് എങ്ങനെയാണെങ്കിലും. സോ അനദർ കരിയർ 360 എന്ന് പറഞ്ഞൊരു സൈറ്റിലുള്ളതാണ്. DU അഡ്മിഷൻസ് 2023 വേർ ആർ ദ സ്റ്റുഡൻസ് ഫ്രം സദേൺ സ്റ്റേറ്റ്സ്. ഇവിടെ പോയി കേരളത്തിലുള്ള അല്ലെങ്കിൽ സദേൺ സ്റ്റേറ്റ്സിലുള്ള ആൾക്കാരൊക്കെ എവിടെ പോയി എന്നാണ് ചോദിക്കുന്നത്. ഇതെല്ലാം സെയിം ഐഡിയ തന്നെയാണ്. ആൾക്കാർക്ക് താല്പര്യമുണ്ടെങ്കിൽ വായിച്ചു നോക്കാം. അപ്പോൾ അധികമൊന്നും പറയാനില്ല, ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ആയിരിക്കണം, ബെൽ കർവ് തന്നെ ആയിരിക്കണം. അതിന് തോപ്പിക്കേണ്ട ആവശ്യമില്ല. 100ൽ 100 ആൾക്കാരെ ജയിപ്പിച്ചാലും അല്ലെങ്കിൽ ഒരു പാസ് സർട്ടിഫിക്കറ്റ് കൊടുത്താലും നമ്മൾ ഗ്രേഡ് ചെയ്യണം. ഇതിൽ 100ൽ ഇത്രയും പെർസെൻറ്റേജ്, ഇന്നത് മുതൽ ഇന്നവം വരെയാണ് ദ ഹയസ്റ്റ് പെർഫോമിംഗ് ആയി, നെക്സ്റ്റ് ബാച്ച് ഇതാണ് നെക്സ്റ്റ് ഹയസ്റ്റ് പെർഫോമിംഗ് ആയി, അങ്ങനെ വർഗീകരിച്ച് ഇതാണ് ലീസ്റ്റ് പെർഫോമിംഗ് ആയി എന്ന് പറയണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് എക്സാമിനേഷൻ്റെ ഉദ്ദേശം തന്നെ. പിന്നെ എവാലുവേഷൻ ഫോളോ നോർമൽ ഇതുപോലെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഓട്ടോമാറ്റിക്കലി ഉണ്ടാകും. അത് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, വെള്ളം ചേർക്കാതിരുന്നാൽ മാത്രം മതി. ഞാൻ നേരത്തെ പറഞ്ഞാലും മാർക്ക് വെച്ച് ഡിഗ്രി പ്രൊഫഷണൽ നിർത്തണം. എല്ലാം എൻട്രൻസ് വെച്ചായിരിക്കണം. അത് മാഷ് പറഞ്ഞതുപോലുള്ള മെമ്മറി ടെസ്റ്റിനുള്ള എൻട്രൻസ് ആയിരിക്കരുത്. അവരുടെ ക്രിട്ടിക്കൽ തിങ്കിങ്ങും അനലിറ്റിക്കൽ എബിലിറ്റിയൊക്കെ ടെസ്റ്റ് ചെയ്യാനുള്ള ക്വസ്റ്റിനുള്ള എൻട്രൻസ് ടെസ്റ്റ് ആയിരിക്കണം. അങ്ങനെ മാത്രമേ നമ്മുടെ നാടിനെ നമ്മുടെ നാടിൻ്റെ എഡ്യൂക്കേഷൻ നന്നാക്കാൻ പറ്റുള്ളൂ. ഇതൊരു അപേക്ഷയാണ്. ഇത് ആരോടുള്ള വിരോധമോ അല്ലെങ്കിൽ ഒരു കൗണ്ടറോ ഒന്നുമല്ല. ഇതാണ് വാസ്തവം. ഇത് ചെയ്തേ മതിയാവും. ഇതാണ് റിക്വസ്റ്റ്. താങ്ക് യു വെരി മച്ച്.